വൈഫൈ മോഡത്തിന് വേണ്ടിയുള്ള ഒരു UPSൻ്റെ സെറ്റപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിയുമ്പോൾ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്ത് പ്രവർത്തിക്കുകയും കറണ്ട് വരുമ്പോൾ അതിൻ്റെ അഡാപ്റ്ററിൽ നിന്ന് തന്നെ കറണ്ട് എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് വേറൊരു ഇൻറ്ററപ്റ്റ് വരത്തില്ല. അങ്ങനെ ഇൻറ്ററപ്റ്റ് വരുന്നു കഴിഞ്ഞാൽ മോഡം ഓഫായിട്ട് ഓണാകും വരും. പക്ഷേ ഈ ഒരു ഇതിൽ അങ്ങനെ ഓഫായിട്ട് ഓണാകത്തില്ല. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും വേണ്ട. കുറച്ച് വയറും 2 ഡയോഡും പിന്നെ ഒരു വോൾട്ടേജ് റെഗുലേറ്റിംഗ് AC. ഇതിപ്പോൾ നമ്മൾ പവർ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഈ മൾട്ടിമീറ്ററിൽ ആംബിയർ ആണ് കാണിക്കുന്നത്. ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന കറണ്ട് മോഡ് ഓണായി തന്നെ നിൽക്കും. ഇടയ്ക്ക് ഓഫായിട്ട് ഓണാവുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ബാറ്ററിയിൽ നിന്ന് 42.42 400 മില്ലി ആംബിയർ. ഈ മോഡത്തിന് ഇതിനൊക്കെ അത്ര ആവശ്യമുള്ളൂ. ഇപ്പോൾ പവർ നമ്മൾ ഓൺ ചെയ്തപ്പോഴത്തേക്ക് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് അത് വിട്ടിട്ട് ഇപ്പം അഡാപ്റ്ററിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോഴും കട്ടായിട്ടില്ല. മോഡം വർക്ക് ചെയ്ത് ഓണായി തന്നെ നിൽക്കുകയാണ്. ഒരു ഇൻറ്ററപ്റ്റ് വരത്തില്ല. അൺഇൻറ്ററപ്റ്റ് വരാത്ത രീതിയിൽ നമ്മൾ UPSൻ്റെ പോലെ ആ ഒരു രീതിയിൽ നിൽക്കും. അതെങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് കാണാം. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു എത്ര വോൾട്ടിൻ്റെ മോഡമാണോ, 12 ആണെങ്കിൽ 12 വോൾട്ടിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റിംഗ് AC, അല്ലെങ്കിൽ 9 ആണെങ്കിൽ 9 വോൾട്ടിൻ്റെയും പിന്നെ 2 ഡയോഡുമാണ് വേണ്ടത്. നമ്മൾ ഈ അഡാപ്റ്ററിൻ്റെ പിന്നിൻ്റെ സെൻറ്ററാണ് പോസിറ്റീവ്, പിന്നെ സറൗണ്ട് നെഗറ്റീവും. പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞു പോകാൻ നോക്കണം. ഈ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവിൽ ഒരു ഡയോഡ് വിട്ട് ഈ നമ്മളെ ബാറ്ററിയിൽ നിന്ന് വരുന്നതിൻ്റെ അകത്ത് വോൾട്ടേജ് റെഗുലേറ്റിംഗ് AC കയറി ഔട്ട് വരുന്നതിലും ഒരു ഡയോഡ് ഇട്ട് വേണം കൊടുക്കാൻ. പിന്നെ നെഗറ്റീവ് എല്ലാം ഗ്രൗണ്ട് എല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടേക്കണം. പിന്നെ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്ത് ഡയോഡ് ഇടുമ്പോൾ അത് ഈ ഡയോഡിൻ്റെ അകത്തൊരു വെള്ള മാർക്കിംഗ് ഉണ്ട്. അത് ഈ ഫോട്ടോ കാണിച്ചേക്കുന്ന രീതി കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് 2 ഡയോഡിൻ്റെയും ഔട്ട്പുട്ട് നേരെ മോഡത്തിൻ്റെ പിന്നിലേക്കാണ് കൊടുക്കുന്നത്. ആ പിന്നിൻ്റെ സെൻറ്റർ പോസിറ്റീവും സറൗണ്ട് ഇത് നിൽക്കുന്നത് നെഗറ്റീവുമാണ്. ഇതിപ്പം നമ്മൾ അഡാപ്റ്ററിൽ നിന്ന് പവർ എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഡം. നമ്മൾ ചെയ്തൊരു ചെറിയ ബോക്സിൽ നിങ്ങളിഷ്ടമുള്ള രീതിയിൽ ബോക്സിലോ എങ്ങനെയെങ്കിലും ആക്കി വെക്കുക, വേറെ ഷോർട്ട് ആവാതിരിക്കാൻ. നമ്മൾ മോഡം അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പിന്ന് ഊരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റിംഗ് ACയിൽ ഒരു ചെറിയൊരു ഹീറ്റ് സിങ്ക് ഏതെങ്കിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. നമ്മൾ ബാറ്ററി കൊടുക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഈ ഫോട്ടോ കാണുന്ന എമർജൻസി ബാറ്ററിയിലോ അത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. എമർജൻസി ബാറ്ററിയിലോ അല്ലെങ്കിൽ നമ്മളെ UPSൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററിയിലോ അതാകുമ്പോൾ ചാർജിങ് ആ ഒരു രീതിയിൽ നടന്നോളും. UPSൻ്റെ അകത്ത് തന്നെ ചാർജ് ആയിക്കോളും. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ചാർജറിൻ്റെ വേറെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമ്മൾ UPSയിൽ നിന്ന് അല്ലാതെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബാക്കപ്പ് കിട്ടത്തില്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 10 മണിക്കൂർ കൂടുതൽ എങ്ങനെയായാലും ഉപയോഗിക്കാൻ പറ്റും. ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ.